குட் மார்னிங் சொந்தங்களே, வெல்கம் டு புலி ஃபேமிலி சேனல். என்ன சொல்றதுன்னு தெரியல. எங்க சிரிப்பில் உங்களுக்கு தெரியும். ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങളുടെ റീല് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ റിവീലിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ ഇനി 2 പേരില്ലേ, 3 പേർ ഇനിമേതാ. അപ്പോൾ ഇനി പാത്ത് കൊഞ്ചം കൂടി ഭദ്രമാ പാത്തുക്കണം അല്ലേ? எப்பவுமே நல்லா தான் பாத்துப்பேன். கொஞ்சம் கூட கேர்ஃபுல்லா. പിന്നെ എന്നാ വേല വിട്ടാച്ച്. കാരണം ട്രാവലിംഗ് എനിക്കത് പറ്റണില്ല. പിന്നെ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുത്തോ, ഫസ്റ്റ് ഒരു 3 months ഒക്കെ റെസ്റ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുക്കാൻ ഏൻ പൊണ്ടാട്ടിയെ വിട മാട്ടേങ്ങ. എന്നെ ഓർത്തിട്ടില്ല. ജൂനിയർ മനോജ് അല്ലെന്നാ ജൂനിയർ സ്നേഹ വരപ്പോരാ. അപ്പൊ ഇനിമേ വിശേഷമോടെ വിശേഷം അല്ലേ? ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പല ഷിഫ്റ്റാണ്. അപ്പൊ പിന്നെ എന്നെ ഒരു ടൈമിൽ ഏതെങ്കിലും കൊണ്ടുവിടാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വേണ്ട വെച്ചു. പിന്നെ എനിക്ക് ഇവിടുന്ന് ഒരു 50 minutes നടക്കാൻ തന്നെ ഉണ്ട്. ഒരു അമ്മമാര് ഇനി വീട്ടിലിരിക്കണം. அப்போ நீங்க வீடியோ பார்த்துருப்பீங்க, இல்லைன்னா நான் வீடியோ இந்த சைடில் போடுறேன், நீங்க பார்த்துட்டு வாங்க. അച്ഛനാവാൻ പോവാണ് ഗൈസ്, അച്ഛനാവാൻ പോവാണ്. അപ്പോൾ പീരീഡ്സ് ഡേറ്റ് ആ ഒരു വീക്ക് കഴിയട്ടെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്തിട്ട് വേണം കൺഫേം ആക്കാനുള്ള. അപ്പോൾ ഒരു ഇത് നമ്മളെല്ലാവരും നോർമലി ചെക്ക് ചെയ്യണ പോലെ ഒരു കാർഡ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളെ കൺഫേം ആക്കി. അങ്ങനെയല്ല, ഡോക്ടറെ കണ്ടിട്ട് ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് വേണം ഇതാക്കാൻ. അപ്പോഴാണ് നമുക്ക് ഫുള്ളായി കൺഫേം ആക്കി. പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്യണോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ അതിനുശേഷം അറിയുള്ളൂ. ഡോക്ടറെ കണ്ടിട്ട് എത്രയെന്ന് അറിയാൻ പറ്റുള്ളൂ. കറക്റ്റ് LMB ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെയില്ല, കറക്റ്റ് നമുക്ക് എത്ര വീക്സ് ആയി എത്ര ഡേയ്സ് ആയി എന്നുള്ളത് നമുക്കിപ്പോ ഒരു എന്തായാലും ഒരു 1 month കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു 1 month കണക്ക്. പിന്നെ ബാക്കിയുള്ളത് എപ്പോഴാണ് ഡോക്ടറിനെ കണ്ട് സ്കാൻ ചെയ്യുമ്പോൾ എന്റെ കുഞ്ചാവനെ കാണാൻ പറ്റുമോ? എനിക്ക് കുഞ്ചാവനൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു കുഞ്ചാവെന്നൊക്കെ പറയുമ്പോ എന്താ വളരണ്ട കുഞ്ചാവ കട്ടിക്കുമണി പോലെ ഉണ്ടാവും അല്ലേ? ശരി, എന്തായാലും പെർമിഷൻ ചോദിക്ക്. വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിക്കാം, ഇല്ലെങ്കിൽ ഞാൻ മാത്രം കണ്ടിട്ട് വരാം. എന്തായാലും എനിവേ ഹാപ്പി ന്യൂസ്. அப்போ நாங்கள் ஒரு புது பயணம் தொடங்க போகிறது இல்லை தொடங்க போகிறேன். அப்போ ஒரு புது காலடி எடுத்து வச்சுருக்கேன் எங்கள் ஃபேமிலியில். நான் ஒரு அப்பாவாக போகிறேன், இவ ஒரு அம்மாவாக போகிறான். ரெஸ்பான்சிபிலிட்டிஸ் எல்லாமே நீ ஜாஸ்தி வந்திருக்கு. எங்களோட அந்த குட்டிக்களி இல்லை, குட்டிக்களி என்ன சொல்கிறது, அந்த விளையாட்டெல்லாம் மாறி இப்போ ஒரு பெரிய விளையாட்டு. 3 பேர் சேர்ந்து தமிழில் சொல்கிறதுன்னு தெரியல இல்லை, கொஞ்சம் பிராரப்தமൊക്കെ കൂടി അല്ലേ ഒരു ഫാമിലി മേന ഇനി പോകാൻ പോവാണ്. അപ്പോൾ കൂടെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വരട്ടെ, ടെൻഷനൊക്കെ വരട്ടെ. அப்போ எங்க கூட நீங்களும் வாங்க, நம்ம வீடியோஸ் எல்லாம் பாருங்க எப்படின்னு. எல்லாரும் ஈஸ்வரனோடு பிரார்த்திக்கணும். குஞ்சாவிக்கு வேண்டி மெயினாയിട്ട് പ്രാർത്ഥിക്കണം. எஸ், கண்டிப்பா. சரி, அப்போ இனி இதோட இந்த வீடியோவில் இனி நம்ம ஹாஸ்பிட்டலில் போய் செக் பண்ணுற அந்த வீடியோ நெக்ஸ்ட் வீக் செக் பண்ணோம். அதோட കൂടി ആഡ് பண்ணி കണ്ടിന്യൂ பாருங்க. ഓക്കെ, ശരി, ഓക്കെ. ഞാൻ എങ്ങോട്ട് റെഡിയായി? നമ്മളാളെ ഫസ്റ്റ് കാണാൻ പോവാണ് സ്കാനിങ്ങിലൂടെ. അതെ, ഇത്തിരി ഫസ്റ്റ് ആയിട്ട് കാണാൻ പോലെ. ശരി, നീ കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്നുള്ളത്. 3 മാസത്തിലാണ് ഹാർട്ട് ബീറ്റ് കാണുന്നത്. വെരി എക്സൈറ്റഡ്. അമ്മയുണ്ട്, അമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കുക.
പകരം വീട്ടാൻ പോള്. ഇനി എത്ര കുത്താൻ കിടക്കണം. അവിടെ നൈസായി കൊത്തിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾ വീടെത്തി ഗൈസ്. പിന്നെ എന്താ വെച്ചാൽ ഹാപ്പി ആയി, ഞങ്ങൾക്ക് ഒന്നും കൂടി ഹാപ്പി, 100% ഹാപ്പി ആയി. കാരണം കൺഫേം ചെയ്തു ഞങ്ങൾ. അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയാവുന്ന ഹോസ്പിറ്റലിൽ വേലപ്പുണ്ട് അതേ ഹോസ്പിറ്റലിലാണ്. അതിനാൽ എല്ലാവരും ഫ്രണ്ട്ലി ആയിരിക്കും. ഡോക്ടറെ കണ്ടു. പിന്നെ ഫസ്റ്റ് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര നാളെ എല്ലാവരും കുത്തി ദിവസം തിരിച്ച് ഞാൻ തന്നെ എന്നെ തന്നെ കുത്തേണ്ടി വന്നു. അവിടെ ചോര കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സ്കാനിങ്. അപ്പൊ സ്കാനിങ് നല്ലോണം കാണുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ മനോഹറിന് ഉള്ളിൽ വരില്ല എന്നുള്ളൊരു ഇതുണ്ടായി, ടെൻഷൻ. പെർമിഷൻ കിട്ടുമെന്നുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരി വേണ്ട, കണ്ടാ മതിയല്ലോ. ഫസ്റ്റ് ടൈം. അപ്പൊ പിന്നെ ആളും വന്നിട്ട് അമ്മ വെളിയിൽ ഒരാളാണ് സ്കാനിങ് റൂമിൽ, എല്ലാവരും കൂടി വരാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ കണ്ടു. എനിക്ക് ശരിക്കും കാണാൻ പറ്റില്ല കേട്ടോ സ്ക്രീനിൽ, ഞാൻ ഇങ്ങനെ കിടക്കില്ല. അപ്പൊ ശരിക്കും കാണാൻ പറ്റില്ല. മനോഹരൻ നിന്ന് കണ്ടു കഴിയുമ്പോൾ ഇത്ര ഉള്ളത് പറയാം. അപ്പൊ 6 വീക്സും 6 വീക്ക് 2 ഡേയ്സ് ആയി. 3 ഡേയ്സ് ആയിട്ടുണ്ട്. അത് മിററായിട്ടേ കാണുള്ളൂ, കാണില്ല തലയിലായിട്ട്. 6 വീക്സ് 3 ഡേയ്സ് എല്ലാരും பார்த்துட்டாங்க. எல்லாரும் കാണണം അല്ലേ? ரொம்ப சந்தோஷமா இருக்கு. ഇനി പാത്ത് മെതുവ ഭദ്രമാ പാത്തുക്കണം. ഓക്കെ, ഇനി മുതൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയും. ചെയ്യണ്ട, ഇരുന്നോ, റെസ്റ്റ് ചെയ്യാൻ ആളുണ്ടല്ലോ ഇവിടെ അല്ലേ? ഇനി വളർത്തണ്ടല്ലോ ഞാൻ. അപ്പൊ ഓക്കെ, അപ്പൊ இந்த ஹாப்பியான நாள் இப்ப முடிஞ்சிருச்சு. அப்ப இந்த வீடியோ இதோட முடிய போகுது. இனி அடுத்த இனி கண்டினியூவா வரும். ஏதாவது விசேஷம் இருந்தா, ஏதாவது പുതുസാ ഞങ്ങൾക്ക് പോകണം. കുറച്ച് റിവ്യൂവിങ് വീഡിയോ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. കുറച്ച് എനിക്ക് വയ്യായിരുന്നു, വോമിറ്റിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും കൂടി ഞാൻ നനയ്ക്കില്ല, എനിക്ക് വോമിറ്റിംഗ് വരുമെന്ന്. കാരണം എൻ്റെ അമ്മയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഗ്യാസിൻ്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇടയിൽ നൈറ്റ് ഇങ്ങനെ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പകലും വോമിറ്റ് ചെയ്യുക. ഇപ്പം എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ആദ്യം ഇവിടെ വരുമ്പോഴത്തേക്കില്ലേ ഇവർ എല്ലാവരും കഞ്ഞി. അപ്പം ഞാൻ എന്താ ഇവിടെ കഞ്ഞിയാണ് കുടിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രം ഇവിടെ ടിഫിനാണ് ഇത്ര നാൾ മോർണിംഗ് കഴിച്ചോണ്ടിരുന്നത്. ഇപ്പം ഞാനും ഇവിടെ ചേർന്ന് എനിക്കിപ്പോൾ 3 നേരം ചോറ് തന്നെ പറ്റുള്ളൂ, വേറെ ഒന്നും അങ്ങനെ പറ്റുന്നില്ല. എന്തായാലും കഴിച്ചാൽ എനിക്ക് അങ്ങനെ ടെൻഷനാകും, വോമിറ്റിംഗ് വരുന്ന പോലെ തോന്നും. മാറിട്ടെ, എല്ലാവരും മാറും. എന്തൊക്കെ ചേഞ്ച് വരുന്നില്ലേ? அப்ப நம்ம சேனல் பிடிச்சிருந்தா வீடியோ பிடிச்சிருந்தா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க. உங்க ஃப்ரெண்ட்ஸ் கிட்ட எல்லாம் சொல்லுங்க, பார்க்க சொல்லுங்க. பிடிச்சிருந்தா மட்டும் பார்க்க சொல்லுங்க. எஸ், எங்களை பிடிச்சிருந்தா அப்படிதான். வீடியோ பிடிச்சிருந்தா லைக் பண்ணணும், ஷேர் பண்ணணும், கமெண்ட். அப்போ அடுத்த வீடியோவில் சந்திக்கும் வரை பாய், குட் பை.